ചെങ്കോലേന്ത്യ IMSമ്മയുടെ പ്രിയ മക്കളെ, വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. തക്ക സമയം തൻ്റെ ഭക്തന്മാരെ സഹായിക്കുന്നവനാണ് ദൈവം. ദൈവം പ്രവർത്തിക്കുന്ന വിധം എങ്ങനെയാണെന്ന് കാലേക്കൂട്ടി അറിയുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആപത്തുകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. ഉത്സവദിനം തന്നെ പിടിക്കുവാൻ വന്ന യഹൂദന്മാരിൽ നിന്ന് യേശു രക്ഷപ്പെട്ടു. സിനഗോഗിൽ പ്രസംഗിച്ച യേശുവിനെ പിടിച്ചു കുന്നിൻ മുകളിൽ നിന്ന് തള്ളിയിടുവാൻ രോഷാകുലരായ യഹൂദന്മാർ ഒരുങ്ങി. അത്ഭുതകരമായ വിധത്തിൽ താൻ അവരുടെ നടുവിൽ കൂടെ കടന്നു രക്ഷപ്പെട്ടു. സൊദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും കുടുംബത്തെയും ആ പട്ടണം നശിപ്പിക്കുന്നതിൻ്റെ തലേനാൾ ദൈവദൂതന്മാർ രക്ഷപ്പെടുത്തി. യോനാ പ്രവാചകൻ താർസിസിലേക്ക് കപ്പലിൽ കയറി. ഒളിച്ചോടുമ്പോൾ കടൽ ക്ഷോഭിക്കുകയും യോനായെ കടലിൽ എറിയുകയും ചെയ്തു. ദൈവം തിമിംഗലത്തെ അയച്ച് അത്ഭുതകരമായ വിധത്തിൽ രക്ഷിച്ചു. ലോത്തിനെയും യോനായെയും ഒരുപോലെ ആത്മീയ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു. ലോത്തും കുടുംബവും സൊദോമിൽ കുറച്ചു കാലം കൂടി താമസിച്ചിരുന്നുവെങ്കിൽ ആ നാട്ടിലെ ജനങ്ങളോട് ഇടകലർന്ന് ദൈവബോധം നഷ്ടപ്പെട്ട് ആത്മീയമായി നശിച്ചു പോകുമായിരുന്നു. അതുപോലെ യോന കടലിലെ ആപത്തിൽപ്പെട്ട് നിനിവേയിലെത്തിയില്ലായെങ്കിൽ നിനിവേ പട്ടണം നശിക്കുകയും യോന പ്രവാചകൻ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അന്യപ്പെടുകയും ചെയ്യുമായിരുന്നു. ആഴമുള്ള ജലപ്രവാഹത്തിന്റെ വക്കിൽ തള്ളി നിൽക്കുന്ന പാറക്കെട്ടിൽ 2 കൊച്ചുകുട്ടികളും അവർക്ക് മുകളിൽ സഹായഹസ്തവും നീട്ടു നിൽക്കുന്ന ദൈവദൂതന്റെ ചിത്രം നമ്മുടെ ഭവനങ്ങളിൽ അലങ്കാരത്തിനായി വയ്ക്കാറുണ്ടല്ലോ. ഇത് ഒരു വിശ്വാസത്തിന്റെ ആവിഷ്കരണമാണ്. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ എപ്പോഴും കാത്തു നിൽക്കുന്നു. ദൈവം തൻ്റെ മക്കളെ തക്ക സമയം ഇടപെട്ട് രക്ഷിക്കും. IMSമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. IMSമ്മയെ വിളിച്ചപേക്ഷിക്കുക. അമ്മ നിങ്ങളുടെ അടുത്ത് എത്തും, നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.